2023 ലാസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള ഹോണ്ട ആക്റ്റീവ എച്ച് സ്മാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. 2024 ഇപ്പോഴും അവൈലബിൾ ഉള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സിലായാലും ഹെഡ്ലൈറ്റ് ബൾബിലായാലും LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നല്ലൊരു ക്രോമിൻ്റെ ഒരു ബാഡ്ജിങ്, ഒരു സ്ട്രിപ്പ് കൂടെ ഹെഡ്ലൈറ്റിൻ്റെ മേളിൽ കൂടെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. LED ആകുമ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ചാൽ വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുക. പിന്നെ ബൾബിനെല്ലാം നല്ല ലൈഫായിരിക്കും. ഹാലജൻ ബൾബ് മാറ്റുന്ന ഇൻ്റർവെല്ലിൽ LED മാറ്റേണ്ടി വരില്ല, കുറേ കൂടി നാളെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഗ്ലാസിൻ്റെ പാറ്റേൺ പുതിയ മോഡലായിട്ടുണ്ട്. പഴയ മോഡലിനേക്കാളും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഫുള്ളി മെറ്റലാണ് വാഹനത്തിൻ്റെ ബോഡി വരുന്നത്. അത് ഫ്രണ്ട് പോർഷൻ ആയാലും സീറ്റിൻ്റെ താഴെയുള്ള പോർഷൻ ആയാലും പോലും ഫുള്ളി മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈബറിന് അംശമേ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഒരു കുറച്ച് റിച്ച് ലുക്ക് ഇടാനായിട്ട് ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് ഫ്രണ്ട് ഫെൻഡറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് എയർ പാസ് ചെയ്യാനായിട്ട് ഒരു എയർ ഡാം പോലെയും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് മെറ്റൽ തന്നെയാണ്. അത് കൂടാതെ മഡ് ഗാർഡിൻ്റെ പ്രൊട്ടക്ടറിനായിട്ട് മഡ് ഗാർഡിൻ്റെ എൻഡിൽ ഒരു റബ്ബറിൻ്റെ പ്രൊട്ടക്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്, ഹൈഡ്രോളിക് ആണ്. അതിൻ്റെ പൈപ്പ്, ആ സസ്പെൻഷൻ്റെ പൈപ്പ് കുറച്ചുകൂടി ലോങ് ആണ്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ബമ്പുകളൊക്കെ ചാടിയാൽ തന്നെ അതിനുള്ള ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൂടാതെ വളരെയധികം വണ്ടി സ്റ്റേബിളായിരിക്കും, മറിയാനുള്ള ചാൻസസും വളരെ കുറവാണ്. ഫ്രണ്ട് 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. 5 സ്പോക്ക് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടയേഴ്സും 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് കമ്പനി യൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ MRF അല്ലെങ്കിൽ C8ൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആയിരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു മൈലേജ് ടയർ എന്നുള്ളൊരു കാറ്റഗറി ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 12% കൂടുതൽ മൈലേജ് ഈ ടയർ യൂസ് ചെയ്യുന്നുണ്ട് വണ്ടിക്ക് ലഭിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഫ്രണ്ട് ഡ്യുവൽ കേബിൾ യൂസ് ചെയ്തിട്ടുള്ള 130 mm ഉള്ള ഡ്രം ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോമ്പി ബ്രേക്ക് സപ്പോർട്ടുണ്ട്. 110 cc ആയാലും 125 cc ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 171 mm ആണ്. ഈ രണ്ട് സെഗ്മെൻറ്റിലും ഏറ്റവും അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു സ്കൂട്ടറാണ് ഹോണ്ട ആക്റ്റീവ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലെഗ് സ്പേസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊരു വലിയ ഗ്യാസ് സിലിണ്ടർ സുഖസുന്ദരമായിട്ട് ഇതിൽ വെച്ച് നമുക്ക് യാത്ര ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ഒരു 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള ആളായാൽ പോലും അയാളുടെ കാല് ഫ്രണ്ടിൽ തട്ടേണ്ട ഒരു ചാൻസും ഉണ്ടാവില്ല. അത്ര ഈ സെഗ്മെൻറ്റിൽ നല്ല വലിപ്പമുള്ള ഒരു ലെഗ് സ്പേസ് തരുന്ന ഒരു സ്കൂട്ടറാണ് ഹോണ്ട ആക്റ്റീവ. ഇതാണ് കോക്ക്പിറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലാണ് ഫ്രണ്ട് പോർഷൻസ് എല്ലാം വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള അനലോഗായിട്ടുള്ള നല്ല വലിപ്പമുള്ളൊരു മീറ്റർ കൺസോളും വരുന്നുണ്ട്. കീസ് എല്ലാം ഗ്ലോസി ബ്ലാക്കിലാണ് ബട്ടൺസ് എല്ലാം വരുന്നത്. നടുവിലായിട്ടൊരു ഹോണ്ട ആക്റ്റീവയുടെ ബാഡ്ജിങ് ഉണ്ടാകുന്നു. ടയർ പ്രഷർ കാര്യങ്ങളെല്ലാം ഓൾറെഡി വണ്ടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കൺവീനിയൻസിനായിട്ട്, അതായത് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് വലിപ്പമുള്ളൊരു പ്ലാറ്റ്ഫോം സ്കൂട്ടറിന് വരുന്നുണ്ട്. സീറ്റിൻ്റെ താഴെയും അതുപോലെ തന്നെ കോക്ക്പിറ്റിൻ്റെ നടുവിലായിട്ടും ഒരു 3 കിലോ വെച്ച് വെയിറ്റ് താങ്ങാൻ പറ്റുന്ന അഡീഷണൽ ഹുക്കുകൾ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുള്ളി അനലോഗ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് മീറ്റർ വരുന്നത്. അതിൽ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളിൽ നോട്ടിഫിക്കേഷൻ മാത്രമേ കമ്പനി കൊടുത്തിട്ടുള്ളൂ. അതായത് ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, അതുകൂടാതെ സെൻട്രൽ ലോക്കിംഗ്, സ്മാർട്ട് കീയുടെ നോട്ടിഫിക്കേഷൻ, എൻജിൻ മാൽ ഫങ്ഷൻ, പിന്നെ ഫ്യൂൽ ഗേജ് പെട്രോളിൻ്റെ അളവ് കാണുന്നത്, അതുപോലെ തന്നെ സ്പീഡ്, ഓഡോമീറ്റർ, പിന്നെ അവരുടെ ഒരു പാറ്റൻറ്റഡ് PGM FI എന്നുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയുടെ ബാഡ്ജിങ്, ഇതെല്ലാമാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സ്കൂട്ടറിൻ്റെ അനലോഗ് മീറ്ററിൽ കമ്പനി കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ താഴെയായിട്ട് ഹോണ്ടയുടെ നല്ലൊരു അടിപൊളി സ്ക്വയറിലുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ കിൽ സ്വിച്ചാണ്. എൻജിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടണും ഒരേ ഇതിൽ തന്നെയാണ്, ഒറ്റ ബട്ടണിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ സ്മാർട്ട് കീ വരുന്നത്. സ്മാർട്ട് കീയിൽ 2 ബട്ടൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലോക്കും അൺലോക്കും, രണ്ടാമത് വാഹനം ഫൈൻഡ് ചെയ്യാനുള്ളത്. 2 മീറ്റർ റേഡിയസിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് കീയിൽ പ്രസ് ചെയ്താൽ വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ആ ബട്ടൺ വരുന്നത്, സ്കൂട്ടറിൻ്റെ പടമുള്ള ബട്ടൺ വരുന്നത്, ഒരു 10 മീറ്റർ റേഡിയസിനുള്ളിൽ വാഹനം എവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നമുക്ക് വണ്ടി എവിടെ ഇരിക്കുന്നത് വെച്ചാൽ വണ്ടി നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ച് കാണാനായിട്ട് യൂസ് ചെയ്യാം. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.3 ലിറ്ററാണ്. അതുകൂടാതെ വാഹനത്തിൻ്റെ അണ്ടർ സ്റ്റോറേജ് വരുന്നത്, വാഹനത്തിൻ്റെ സീറ്റിന് താഴെയുള്ള സ്റ്റോറേജ് വരുന്നത് 18 ലിറ്റർ ആണെങ്കിലും പക്ഷേ ഒരു നല്ലൊരു ഹെൽമെറ്റും ഒരു ബാക്ക് പാക്കും വെച്ചാൽ തന്നെയും കുറച്ച് സ്പേസ് നമുക്ക് ബാക്കി ഉണ്ടാവുന്നതാണ്. പിന്നെ ആദ്യത്തെ മോഡലിലൊക്കെ നമുക്ക് ടൂൾ കിറ്റ് കാര്യങ്ങൾ ഒരു കിറ്റായിട്ട് ആണ് തന്നിരുന്നത്.
അപ്പോൾ അതെല്ലാം സീറ്റിൻ്റെ താഴെയായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച രീതിയിലാണ് വരുന്നത്. സിൽവർ കളറിലുള്ള വളരെ വലിപ്പമുള്ള ഒരു അടിപൊളി ഗ്രാബ് റെയിൽ ആക്റ്റീവ എച്ച് സ്മാർട്ടിന് വരുന്നുണ്ട്. ബാക്കിലിരിക്കുന്ന പേഴ്സണ് സുഖമായിട്ടത് കൈ എത്തിച്ച് പിടിക്കാവുന്ന താഴെ വരുന്ന വലിയ പോർഷനിൽ ആക്റ്റീവ 3D ബാഡ്ജിങ്, അതുപോലെ തന്നെ എച്ച് സ്മാർട്ടിൻ്റെ ഒരു ബാഡ്ജിങ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിക്കർ വർക്കും സീറ്റിന് താഴെയുള്ള പോർഷനിൽ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും കമ്പനി കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു ഫുട് റെസ്റ്റ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് 109 cc ആണ്. മാക്സിമം പവർ വരുന്ന 7.6 bhp ആണ്. ടോർക്ക് വരുന്ന 8.8 Nm ആണ്. ഹോണ്ട ആക്റ്റീവ എച്ച് സ്മാർട്ടിൻ്റെ ടോപ്പ് സ്പീഡ് 85 km/h ആണ്. ഇതിൻ്റെ മൈലേജ് ഞാൻ എഴുതി മാറിപ്പോയിട്ടുണ്ട്. 48-നും 50-നും ഇടയിലാണ് സ്കൂട്ടറിന് മൈലേജ് കിട്ടുന്നത്. പക്ഷെ എന്നാൽ തന്നെ 55 കിട്ടുന്ന കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. സെൻസർ പ്രോഗ്രാമുകളാണ്. അതായത് വണ്ടി ഓടിക്കുന്ന ആളുടെ ആക്സിലറേഷനും വണ്ടി പോകുന്ന സ്പീഡും അനുസരിച്ച് ഒരു സെൻസർ വർക്ക് ചെയ്തിട്ട് ഫ്യൂല് ത്രോ ചെയ്യും, ഫ്യൂല് പമ്പ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ലപോലെ മൈലേജ് കിട്ടും. ESP ടെക്നോളജി യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു പുള്ളിങ്ങില്ലേ വണ്ടി ഓടിക്കുമ്പോഴുള്ളൊരു വലിവ് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ കിട്ടുന്നതാണ്. ACG സൈലൻറ്റ് സ്റ്റാർട്ടർ. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രാങ്ക് കറങ്ങുന്നത്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബെൻഡെക്സ് കറങ്ങുന്നതിൻ്റെ ഒരു വലിയൊരു ശബ്ദം ആക്റ്റീവെന്ന് വന്നിരുന്നു. ഇപ്പോൾ ഈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആ സൗണ്ട് ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു മെക്കാനിസം തന്നെ ഇതിന് ഈ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്തേക്കാണ്. ഇപ്പോൾ ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാട്ടുകാർ അറിയുന്ന ആ ഒരു വലിയൊരു സൗണ്ട് ഇപ്പോൾ ഇല്ല. വളരെ സൈലൻ്റായിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അത് വളരെയധികം നല്ലൊരു ഫീച്ചറാണ് ഇപ്പോൾ ആക്റ്റീവിൽ വരുന്നത്. പിന്നെ കിക്കർ വരുന്നില്ല എച്ച് സ്മാർട്ടിന്. അപ്പോൾ എച്ച് സ്മാർട്ടും സ്റ്റാൻഡേർഡ് തമ്മിലുള്ള മറ്റൊരു മെയിൻ ഡിഫറൻറ്റ് എന്ന് പറയുന്നത് കിക്കറാണ്. കിക്കർ എച്ച് സ്മാർട്ടിന് വരുന്നില്ല, സെൽഫ് സ്റ്റാർട്ട് മാത്രമേ വരുന്നുള്ളൂ. 109 cc എയർ കൂൾഡ് എഞ്ചിനാണ് ആക്റ്റീവിൽ വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ കറക്റ്റ് ഇൻ്റർവെല്ലിൽ എയർ ഫിൽറ്ററും അതുപോലെ എഞ്ചിൻ ഓയിലും ചേഞ്ച് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാഹനത്തിൻ്റെ കംഫർട്ടിനായിട്ട് ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത്. ബാക്ക് സസ്പെൻഷൻ നമുക്ക് 3 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ സസ്പെൻഷൻ്റെ ഹാർഡ്നെസ് നമുക്ക് 3 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ സ്പീഡോമീറ്റർ സെൻസറും ബാക്ക് സൈഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കോംബി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ബ്രേക്ക് 130 mm ഡ്രം ബ്രേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര ദൂരെ നോക്കിയാലും നമുക്ക് വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന വണ്ടിയാണെന്ന് നമ്മൾ പറയുന്നതാണ്. ഹോണ്ട ആക്റ്റീവയുടെ എച്ച് സ്മാർട്ടിൻ മോഡലിൻ്റെ ബാക്ക് ടെയിൽ ലാമ്പ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു V ഷേപ്പ് കുറച്ചുകൂടി എടുത്ത് കാണുന്ന രീതിയിലാണ് പുതിയ ടെയിൽ ലാമ്പ് വരുന്നത്. ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഫ്രണ്ട് പോർഷനിൽ ചേഞ്ച് ആയതുപോലെ ബാക്ക് സൈഡിലും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പാറ്റേൺ, ആ ഗ്ലാസ്സിലുള്ള പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഞാൻ ആ ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ആയിട്ട് ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ആയിപ്പോയത്. ഇത് ഫ്യൂവൽ ക്യാപ്പ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്യൂവൽ ലിഡിൻ്റെ അവസ്ഥ. നമുക്ക് എക്സ്റ്റേണലി ഫ്യൂവൽ ഫില്ല് ചെയ്യാവുന്നതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. 5.2 ലിറ്ററാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ഫ്യൂവൽ ടാങ്ക്. 107 കിലോയാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈലൻസറിന് മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഹാർഡ് ഫൈബറിൽ നിർമ്മിച്ചൊരു ഷീൽഡ് ആക്റ്റീവയ്ക്ക് വരുന്നുണ്ട്. അത് കൂടാതെ സൈലൻസറിൻ്റെ പൈപ്പിനും അഡീഷണൽ സേഫ്റ്റി ഗാർഡ് വരുന്നുണ്ട്. ഫാനിനും അഡീഷണൽ ആയിട്ടുള്ള സേഫ്റ്റി ഗാർഡ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് 10 mm ഉള്ള മാറ്റ് ബ്ലാക്ക് കളറിലുള്ള 5 സ്പോക്ക് അലോയ് വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം MRFൻ്റെ തന്നെ 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ് ബാക്ക് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ആ എച്ച് സ്മാർട്ടിൻ്റെ കീ ബട്ടണിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഫുള്ള് റൊട്ടേഷനാണ്. നമുക്ക് ഒരു 4-5 പോയിൻറ്റോളം റൊട്ടേഷൻസ് വരുന്നുണ്ട്. ഇത് സ്മാർട്ട് കീയിൽ നമ്മൾ താഴെയുള്ള ആ കീയുടെ പടമുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് അൺലോക്ക് ആവുള്ളൂ വാഹനം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നോർമൽ ഓഫ് മോഡിലാണ്. കീ സ്വിച്ച് ഇടത്തെ സൈഡിലേക്കും വലത്തെ സൈഡിലേക്കും നമുക്ക് തിരിക്കാവുന്നതാണ്. ഇപ്പോൾ സീറ്റ് ഒക്കെ നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ കീ സ്വിച്ച് ഇടത്തെ സൈഡിലേക്ക് തിരിക്കണം. എന്നാൽ മാത്രമേ ഇപ്പോൾ അതിൽ ബട്ടൺ ഫ്യൂവലിൽ നിന്നും സീറ്റിൽ നിന്നുള്ള ഒരു ബട്ടൺ കണ്ടു, ആ ബട്ടൺ കാണുന്നുണ്ട്, പക്ഷെ അത് ഞെക്കിയിട്ട് അനങ്ങില്ല. നമ്മൾ തിരിച്ച് ആ സീറ്റിൽ നേരാക്കിയിട്ടാൽ മാത്രമേ ആ ബട്ടൺ പ്രസ് ആവുള്ളൂ. ആ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റും ഫ്യൂൽ ക്യാപ്പും ഓപ്പൺ ആവുള്ളൂ. ഈ ഒരു പൊസിഷനിൽ ഇട്ടിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാലേ അത് ഫങ്ഷൻ വർക്ക് ചെയ്യുള്ളൂ സംഗതി. ഇപ്പോൾ ഒരു ഐ പോർഷനിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ നമുക്ക് സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും.
അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ ബേസിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എച്ച് സ്മാർട്ടും സ്റ്റാൻഡേർഡും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം ആ സ്മാർട്ട് കീ ആണ്. പിന്നെ ആ കീ സെറ്റ് വരും, ഫ്രണ്ട് അലോയ് വീല് വരും, പിന്നെ കിക്കർ എച്ച് സ്മാർട്ട് മോഡലിന് ഉണ്ടാകില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് രണ്ട് വണ്ടി തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.